ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു സൗത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമല്ല, റവ കേസരിയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉരുളി ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ശേഷം കാഷ്യൂനട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ബ്രൗണിഷ് കളറാവുന്ന വരെ നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കണം. വഴണ്ട് വരുമ്പോൾ അത് മാറ്റിയിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നെയ്യിൽ കിടന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ബദാമും കൂടെ ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് നെയ്യിലിട്ട് വഴറ്റിയതല്ല, നോർമൽ ബദാമാണ് കേട്ടോ. കൂടെ ഡേറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ നെയ്യിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിനു മുമ്പും ചേച്ചി എനിക്ക് കേസരി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 ചേച്ചിമാരും നല്ല കുക്കാണ്. ഈ കേസരി ഉണ്ടാക്കി തരുന്നത് എൻ്റെ മൂത്ത ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളെ ആളോട് ആഗ്രഹം പറയുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുവാണ്. അങ്ങനെ റോസ്റ്റ് ചെയ്ത റവ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സെയിം ഉരുളിയിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എത്ര കപ്പ് റവയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും കപ്പ് വെള്ളം ഇതിന് വേണ്ടി ആവശ്യമാണ് കേട്ടോ. വെള്ളം നല്ലപോലെ ബോയിലായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കളറിന് വേണ്ടിയിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. നല്ല കളർ വേണ്ടവർക്ക് കൂടുതൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിതിൽ നെയ്യ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാരണം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് നല്ലപോലെ അങ്ങനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്രയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ശേഷം നമ്മൾ അതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച്, അതായത് ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ കിടന്നൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒരുമിച്ചല്ല ആഡ് ചെയ്യുന്നത്, കുറച്ച് കുറച്ചായിട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഒരുമിച്ച് ഇടുവാണെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലപോലെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ കൂടുതൽ പഞ്ചസാരയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിവിടെ അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം കൂടുതൽ നമ്മൾ പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ അത് ഹെൽത്തിനും നല്ലതല്ല. അത് മാത്രം പെട്ടെന്നൊരു മടുപ്പും ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ലൂസ് ടെക്സ്ചറിലുള്ള കേസരിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രമാത്രം നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നോ അത്രമാത്രം കേസരിക്ക് ടേസ്റ്റ് കൂടും. അതാണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ നെയ്യും കൂടെ ആഡ് ചെയ്തത് ഫൈനലായിട്ട് നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ്സ് ഇതുപോലെ വെക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി ഇങ്ങനെ ലൂസ് ടെക്സ്ചറിലാണ് അവർ പ്രിപ്പയർ ചെയ്തത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.